ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നുങ്ക് വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ്. നുങ്ക് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഈ പനിയിലൊക്കെ ഉള്ളതുണ്ടല്ലോ, ഒരു ഇളനീര് പോലത്തെ, പാലക്കാട് നുങ്ക് എന്നാ പറയുക. ബാക്കിയുള്ളവർ എന്താ പറയുക എന്നുള്ളത് ഞങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നുങ്ക് വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ യെല്ലോ പാർട്ട് ഉണ്ടല്ലേ, ഇതിനകത്താണ് ഫ്രഷ്, പക്ഷേ യെല്ലോ പാർട്ടും എടുക്കുന്നുണ്ട്. കാരണം ഇത് നല്ല സാധനമാണ്. കാരണം ഈ ചൂടുകാലത്ത് ശരീരം കൂളിംഗ് ആവാനും, ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും ഈ യെല്ലോ പാർട്ട് യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നമ്മൾ ഈ യെല്ലോ പാർട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഈ നുങ്ക് എന്ന് പറയുന്നത് വാങ്ങിയതല്ല, നമ്മുടെ പാടത്ത് തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വാങ്ങിച്ച നുങ്കല്ല, ഫ്രഷായിട്ട് നമ്മൾ വെട്ടിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള നുങ്കാണ് കേട്ടത്. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് പേർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മളൊരു 3-4 നുങ്കിൻ്റെത് എടുത്തിട്ടുണ്ട്. കണ്ടിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് വെക്കാം. ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും മധുരം നല്ലോണം വേണം, അതുകൊണ്ട് പഞ്ചസാര കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ലേശം കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറിന് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡ് ഇല്ല, അതുകൊണ്ട് ഷുഗറാണ് ആഡ് ചെയ്തത്. ഇനി നമുക്കിതാ ഒരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട്, കാരണം ഇത് അത്ര മധുരമില്ലല്ലോ ക്രീമിൽ. അതുകൊണ്ട് എല്ലാവർക്കും ക്രീമിന് മധുരം വേണം പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ല. ഇനി ഇതിലേക്ക് വേണമെച്ചാൽ നമുക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ എല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് ഞാനൊന്നും കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നുങ്കിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കടിക്കാനും കിട്ടും. പക്ഷെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇത്തിരി ഒരു കടിക്കാനൊക്കെ കിട്ടില്ല. നട്ട്സിൻ്റെയൊക്കെ കാഷ്യൂ, ബദാം, പിസ്ത അങ്ങനെയൊക്കെ നമുക്ക് ഒരുവിധം ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റും കൂടി കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇവിടെ നട്ട്സും പിസ്റ്റൊന്നും ഇല്ല, അതുകൊണ്ടൊന്നും ഉണ്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രഞ്ചിനെസ്സിന് നന്നായിട്ടുണ്ടാവും. നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെല്ലാം പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് നമുക്ക് ഒരു കുറച്ചുകൂടി റിച്ചായിട്ട് കിട്ടും. ഇത് നുങ്കിൻ്റെ ചെറിയ പീസ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ അടച്ചിട്ട്, ഇനി ഇത് കിൻ റാപ്പ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഫ്രീസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് സെറ്റായിട്ട് നോക്കാം. അപ്പം നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീം ആയിട്ടുണ്ട്. നമുക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ കണ്ടില്ലേ. സ്കൂപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അല്ല, നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റി നാച്ചുറലായിട്ടുള്ള
ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.